ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലെ ബോസ്റ്റൺ തുറമുഖത്ത് നടന്ന ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. 1773 ടീ ആക്ടിനെ തുടർന്ന് നടക്കുന്നത്. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. മൂന്നാമത്തെ ചോദ്യം, ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാമാണെന്ന് കണ്ടെത്തണം. ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ശരിയാണ്. 1927 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്നു. പക്ഷേ ലാഹോർ സമ്മേളനം നടന്നത് 1929 1932 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇതും തെറ്റായ പ്രസ്താവനയാണ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ സ്മരണാർത്ഥമാണ് സ്വാതന്ത്ര്യാനന്തരം നമ്മൾ റിപ്പബ്ലിക് ദിനം ജനുവരി 26 തെരഞ്ഞെടുത്തത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഈ ലാഹോർ സമ്മേളനത്തിന് ശേഷമാണ്, ഈ ലാഹോർ സമ്മേളനത്തിലാണ്. അപ്പൊ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി, ഷാമാൽ ബറൌത്ത് ഉത്തർപ്രദേശിലെ ബറൌത്തിലാണ് ഷാമാൽ നേതൃത്വം നൽകിയത്. മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, ബീഗം ഹസ്രത് മഹൽ ലക്നൗ. ഇപ്പൊ ഏതാണ് ഉത്തരം വരുന്നത്? നാലാമത്തേന്റെ ഉത്തരം വരുന്നത് 1 സി വരുന്നത് ഏതാണെന്ന് നോക്കുക. 1 സി വരുന്ന 2 ഉണ്ട്. പക്ഷെ നമുക്ക് പിന്നീട് കൺഫേം ആയിട്ട് അറിയാവുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞത് 4 ബി ആണ്. ഓക്കെ, അപ്പോൾ 1 സിയും 4 ബി ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഷാമാലും മൗലവി അഹമ്മദുള്ളയും അറിഞ്ഞില്ലെങ്കിൽ പോലും ഇത് രണ്ടും കൂടെ അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? 1865 കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉപ്പു തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. ശരിയാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തെക്കാൾ കൂടുതലായിരിക്കും. ശരിയാണ്. എയും ബിയും ശരിയാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണവുമാണ്. അപ്പൊ എന്താണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 8th ക്വസ്റ്റ്യൻ നോക്കൂ. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇന്നർ കോറിലെ പ്രധാന ഘടകങ്ങൾ ഏതാണ്? നിഫെ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇരുമ്പും നിക്കലും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തണം. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ശരിയാണ്. അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ്. തെറ്റാണ്. ഉഷ്ണജല പ്രവാഹമാണ്. ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. പസഫിക് സമുദ്രത്തിലെ അല്ല, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അതും ശരിയാണ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. 2ഉം 3ഉമാണ് ശരിയല്ലാത്തത്. അപ്പോൾ 9ന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത 10ാമത്തെ ചോദ്യം നോക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേട്ടോ. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കണ്ടെത്തണം. ദാമോദർ നദി അസമിന്റെ ദുഃഖം ആണോ? അല്ല. ഗോദാവരി നദി ദക്ഷിണ ഗംഗ. ശരിയാണ്. കൊയ്ന മഹാരാഷ്ട്രയുടെ ജീവനാഡി. ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ ചുവന്ന നദി. പക്ഷെ ഇതിനകത്ത് ഉത്തരം കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ബി 2 വരുന്നുണ്ട്, സി 3 വരുന്നുണ്ട്, ഡി 4 വരുന്നുണ്ട്. പക്ഷേ എ എന്താണ്? 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇതെന്താണ്? തെറ്റായ ഉത്തരമാണ്. കാരണം ദാമോദർ നദി എന്ന് പറയുന്നത് അസമിന്റെ ദുഃഖമല്ല. ഇവിടെ ഓപ്ഷൻ എന്താണ്? നമുക്ക് വേണമെങ്കിൽ ബി എന്ന് കൊടുക്കാം. പക്ഷെ എന്താണ്? അസമിന്റെ ദുഃഖമല്ലല്ലോ ദാമോദർ നദി എന്ന് പറയുന്നത്. എന്തിന്റെ ദുഃഖമാണ്? ബംഗാളിന്റെ ദുഃഖമാണ് ദാമോദർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ഉത്തരമില്ല. ഓക്കെ, അടുത്തത്. ഇപ്പോൾ ഉത്തരവില്ല കേട്ടോ, ഉത്തരവില്ല. താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ലിഗ്നൈറ്റ്. താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏത്? വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക്,
പാവപ്പെട്ടവന്റെ ബാങ്ക് അല്ല, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക്. ഇതൊക്കെയാണ് RBIയുമായിട്ട് ബന്ധമില്ലാത്തത് പാവപ്പെട്ടവന്റെ ബാങ്ക് എന്നുള്ളതാണ്. ഇനി 14th ക്വസ്റ്റ്യൻ, കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡാണ് അല്ലെ. നബാർഡ് എന്നാ വന്നത്? 1982 നബാർഡ് വന്നത്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജി. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത് ഏത്? ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക, ലക്ഷ്യമല്ല. വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക ആണ്. മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര വളർച്ച നേടുക, അതെ, ലക്ഷ്യമാണ്. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക, ഇതും എന്താണ്? നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. അപ്പം ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. അടുത്തത്, ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏതു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രാഥമികമാണോ, ദ്വിതീയമാണോ, തൃതീയമാണോ? തൃതീയ മേഖലയിൽ പെട്ടതാണ് അല്ലെ. ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് ഇതൊക്കെ എന്താണ്? തൃതീയ മേഖലയിൽ പെട്ടതാണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? RBIയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? ആമുഖവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആമുഖത്തിലാണ് ഈ ഒരു ഡേറ്റ് പ്രതിപാദിക്കുന്നത്. 1949 നവംബർ 26 എന്നുള്ളത് പ്രതിപാദിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ആമുഖത്തിലാണ്. ഇനി 20ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആർട്ടിക്കിളും അവരുടെ ഡെഫിനിഷൻസും ആണ് തന്നിരിക്കുന്നത്. 18, 44, 17, 23 4 ആർട്ടിക്കിളാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ 44 എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പെട്ടതാണ്. ബാക്കിയെല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെട്ട ആർട്ടിക്കിളാണ്. അപ്പൊ അതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി 21ാമത്തെ ചോദ്യം ചേരുംപടി ചേർത്ത് എഴുതാനുള്ളതാണ്. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, 22ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും. ഇതൊക്കെ എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അപ്പം ഏതൊക്കെയാണ്? എല്ലാം വരുന്നുണ്ട്. 1, 2, 3, 4, 5, 6. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്തത്, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തണം. ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്, ശരിയായ പ്രസ്താവനയല്ല. കാരണം എന്താണ്? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം എന്ന് പറയുന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 മെമ്പേഴ്സ് റിട്ടയർ ആവുന്നു രാജ്യസഭയിൽ നിന്നും. അങ്ങനെയാണ് വരുന്നത്. രാജ്യസഭയിലെ അംഗങ്ങൾക്കാണ് 6 വർഷത്തെ കാലാവധി ഉള്ളത്, അല്ലാതെ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന സമ്പ്രദായത്തിലൂടെയാണ്. അതും തെറ്റാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭാംഗമാകണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയാകണം. 35 വയസ്സല്ല, 30 വയസ്സ് പൂർത്തിയായാൽ രാജ്യസഭാംഗമാകാം. രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് രാജ്യസഭയുടെ അല്ല, ലോക്സഭയുടെ പേരാണ്. രാജ്യസഭയുടെ പേരെന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് രാജ്യസഭയുടെ പേരായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രസ്താവനയും എന്താണ്? തെറ്റാണ് കേട്ടോ. കാരണം രാജ്യസഭയുടെ പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്, അല്ലാതെ ഹൗസ് ഓഫ് പീപ്പിൾ എന്നല്ല. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ പ്രസ്താവനകളും എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാം. ഇത് അദ്ദേഹത്തിന്റെ വിവേചനാധികാരമാണ്. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. അതും വിവേചനാധികാരമാണ്. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം, അതും വിവേചനാധികാരമാണ്. രാഷ്ട്രപതി
യുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സിക്യൂട്ടീവ് പവറാണ്. ഓക്കെ, അപ്പം അത് വിവേചനാധികാരമല്ല. അപ്പം വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. 4 മാത്രമാണ് പെടാത്തത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് 24ന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 25ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 104 ഭേദഗതിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യയിലെ നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ശരിയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951 അതും ശരിയാണ്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതും ശരിയാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ച ശരിയായ പ്രസ്താവനയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951 കേട്ടോ. 1951. അടുത്ത ചോദ്യം, ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 280 ശരിയാണ്. കാലാവധി 5 വർഷം അതും ശരിയാണ്. ആസ്ഥാനം മുംബൈയാണ്. ആസ്ഥാനം മുംബൈ അല്ല, അത് തെറ്റായ പ്രസ്താവനയാണ്. ആസ്ഥാനം, ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയിലാണ് കേട്ടോ, ന്യൂഡൽഹിയിലാണ്. ഇതിന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ശരിയായ പ്രസ്താവനകൾ 1, 2, 4. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 28ാമത്തെ ചോദ്യം നോക്കാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തണം. സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണം. ശരിയാണ്. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. അതും ശരിയാണ്. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. ഇതും ചോദിച്ചിട്ടുള്ള PQ ആണ് കേട്ടോ. 15 ദിവസം, എത്ര ദിവസം എന്ന് ചോദിച്ചിട്ടുണ്ട്. PQ ആണ്. 15 ദിവസത്തിനകം ജോലി നൽകണം. അപ്പം ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM ൽ എത്ര അംഗങ്ങളാണുള്ളത്? 15 അംഗങ്ങളാണ് ഉള്ളത്. താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായിട്ട് കണക്കാക്കുന്നത്? 60 വയസ്സ് തികഞ്ഞവരെയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ചീഫ് സെക്രട്ടറി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 33ാമത്തെ ചോദ്യം. UNEP സ്ഥാപിതമായത് 1972 ശരിയാണ്. ഗ്രീൻ പീസ് ആരംഭിച്ചത് 1971 അതും ശരിയാണ്. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിച്ച വർഷം 1995 ആണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിതമായത് എന്നാണ്? 1993 കേട്ടോ. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി സംഘടനയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ 1995 അല്ല, 1993 ആണ്. അപ്പോൾ UNEP 1972, ഗ്രീൻ പീസ് 1971, ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ 1993 ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? സാൽമോണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായിട്ട് കാണപ്പെടുന്നു. മലേറിയ അല്ലെങ്കിൽ മലമ്പനിയിൽ. അതും ശരിയാണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. അതും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശനത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം, ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? എലിസബത്ത്
കോൾബർട്ട് ആണ് കേട്ടോ, എലിസബത്ത് കോൾബർട്ട്. ഏതാണ് പുസ്തകം, ഏതാണ്? ദ സിക്സ്ത് എക്സ്റ്റിൻഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി. ഇതൊക്കെ ചിലപ്പം ഇനി അടുത്ത പരീക്ഷയ്ക്ക് OA മെയിൻസിനും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് SI പോലത്തെ പരീക്ഷയ്ക്കൊക്കെ ചിലപ്പം ചോദിക്കാൻ മതി. ഓക്കെ. ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ആണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. 37th ക്വസ്റ്റ്യൻ. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ജീവനിയാണ് കേട്ടോ. എവിടത്തെയാണ്? കോളേജ് വിദ്യാർത്ഥികളാണ് കേട്ടോ. അപ്പൊ ആത്മഹത്യ ചെയ്ത് ജീവൻ അവസാനിപ്പിക്കാതെ ജീവിക്കുക, അപ്പൊ ജീവനി അങ്ങനെ ഓർത്തിരിക്കാം. ഓക്കെ. കോളേജ് വിദ്യാർത്ഥികളുണ്ട് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക, ജീവനി. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെ കുറയുന്നു? ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത്, തന്നിരിക്കുന്നവയിൽ ബന്ധമില്ലാത്തത് ഏതാണ്? മാലൂസ് നിയമമാണ്. ഹൂക്ക് നിയമം, പാസ്കൽ നിയമം, ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം, ഇതൊക്കെ എന്താണ്? എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയറിന്റെ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഇത് ഉത്തരമായിട്ട് PSC കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, സ്പാഡെക്സ് ആണ്. നമ്മുടെ സ്പേസ് ഡോക്കിംഗ് ഏതാണ്? സ്പാഡെക്സ് ആണ് കേട്ടോ. അപ്പം ഡിലീറ്റഡ് ആവാൻ മതി, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ മതി, നോക്കാം. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡി ബ്രോഗ്ലി ആണ് കേട്ടോ, ഡി ബ്രോഗ്ലി. അടുത്ത 43rd ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. CuNH3,6Cl3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. +3. ലൂയിസ് ബേസ് താഴെ തന്നിരിക്കുന്നവയിൽ അല്ലാത്തത് ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ലൂയിസ് ബേസ് അല്ല. അപ്പം നമുക്ക് ഇതിന് പഠിച്ചു വെക്കാം. H2O, NH3OH- ഇതൊക്കെ എന്താണ്? ലൂയിസ് ബേസ് ആണ്. 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ക്വാണ്ടം ഡോട്ട്സ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെന്മല, കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാന്റ് 2015 കൈപ്പുഴയിൽ ആരംഭിച്ചു. 2015 2014 ആണ് കൊല്ലത്ത് ആരംഭിച്ചത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ്. പാരിപ്പള്ളിയിലല്ല, ചവറയിലാണ് കേട്ടോ, ചവറയിലാണ്. അല്ലെങ്കിൽ തന്നെയും 1ഉം 2ഉം നമുക്ക് കൺഫേം ആണ്. ആ 1ഉം 2ഉം തന്നെ ഓപ്ഷനിൽ വന്നിട്ടുള്ളൂ. മൂന്നാമതൊരു ഓപ്ഷൻ വരുന്ന ഓപ്ഷൻസ് ഇല്ല നമുക്ക്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഭാരത സർക്കാരിന്റെ ജോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. ശരിയാണ്. ഭാരത സർക്കാരിന്റെ ജോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് GI ടാഗ് ആദ്യമായിട്ട് ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. അതും ശരിയാണ്. ഒളിമ്പിക് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തോമസ് മത്തായി വർഗീസ് ആണ്. ശരിയാണ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ്. എല്ലാം ശരിയാണ്. അടുത്ത 48th ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ ആരംഭിച്ചു. ബ്രഹ്മസമാജത്തിന്റെ ശാഖ ആരംഭിച്ചത് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. അപ്പം ഇതിന് കുറെ ഫാക്ട്സ് നമുക്ക് പഠിക്കാം. എന്താണ്? അദ്ദേഹത്തിന്റെ 2 നാടകങ്ങളാണ് സാരഞ്ജിനി പരിണയവും സുശീല ദുഃഖവും. അതുപോലെ തന്നെ ബ്രഹ്മസമാജത്തിന്റെ ശാഖ കോഴിക്കോട് ആരംഭിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേരുണ്ട്. ബ്രഹ്മധർമ്മ എന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പുരുഷ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. ശരിയാണ്.
ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയയാണ്. 3 തവണയല്ല, 2 തവണയാണ്. നമ്മളോട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് തെറ്റായ പ്രസ്താവനയാണ്. സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല. അതും തെറ്റായ പ്രസ്താവനയാണ്. കിരീടം നേടിയിട്ടുണ്ട്. ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000 ആണ്. 2000 ആണ്. അപ്പം അത് ശരിയാണ്. 2ഉം 3ഉമാണ് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തണം. ഇത് ശ്രദ്ധിക്കുക. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. ശരിയായ പ്രസ്താവനയാണ്. അവരുടെ ജന്മദേശം നമീബിയയാണ്. അത് തെറ്റായ പ്രസ്താവന. അവരുടെ ജന്മദേശം സിംബാബ്വേയാണ് കേട്ടോ. സിംബാബ്വെ. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജയാണ് ക്രിസ്റ്റി കവൻട്രി. അതും ശരിയാണ്. മുൻ ഒളിമ്പിക് ബാഡ്മിൻ്റൺ താരമാണ് ക്രിസ്റ്റി കവൻട്രി. ബാഡ്മിൻ്റൺ താരമല്ല, നീന്തൽ താരമാണ് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റി കവൻട്രി ആണ് നമ്മുടെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ വനിതാ അധ്യക്ഷയും അതുപോലെ തന്നെ ആഫ്രിക്കൻ വംശജയായ ആദ്യത്തെ അധ്യക്ഷയും കൂടിയാണ് ഇവരെന്ന് പറയുന്നത്. ഇവരൊരു നീന്തൽ താരമാണ് ക്രിസ്റ്റി കവൻട്രി. അത് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത ചോദ്യം മാത്സി എന്നുള്ള ചോദ്യമാണ്. 51ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി. 52 ഓപ്ഷൻ എ. 53 ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. 53 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 54 ഓപ്ഷൻ ബി. 55 ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത് 56 ഓപ്ഷൻ ബി ആണ് പ്രൊവിഷണൽ ആൻസർ കീ ആയിട്ട് വന്നിരിക്കുന്നത്. 57 സി. 58 എ. 59 ബി. 59 ഓപ്ഷൻ ബി. 60 ഓപ്ഷൻ ഡി. അടുത്തത് ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 61. ദ ക്വാളിറ്റി ഓഫ് ഓറഞ്ചസ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി എന്നാണ് കേട്ടോ. ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ച് വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. 62ാമത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. ഹി വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. നൺ ഓഫ് us പ്ലേഡ് ദ ഗെയിം വെൽ. ഓപ്ഷൻ ഡി. ഡിഡ് വി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 64 ഓപ്ഷൻ എ ആണ്. 65 ഓപ്ഷൻ ബി ആണ്. 66 ഓപ്ഷൻ സി ആണ്. 67 ഓപ്ഷൻ ബി. 68 എ. 69 ഡി. ഓപ്ഷൻ ഡി ആണ് 69 വരുന്നത്. 70 എക്സ്പാൻഡ് UPI. എന്താണ് UPI? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. UPIയിലൂടെയാണ് നമ്മളിപ്പോൾ പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. 70ൻ്റെ ഉത്തരം യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. അവൻ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ്? ആ പ്ലസ് അന്നാണ് അവൻ എന്ന് വരുന്നത്. ആദേശസന്ധിക്ക് തന്നിരിക്കുന്നവയിൽ ഉദാഹരണം ഏതാണ്? എളുപ്പമാണ്, നമ്മൾ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണിത്. വിൺ അധികം തലം, വിണ്ടലം എന്ന് പറയുന്നത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം എന്താണ്? ആദിരൂപം എന്നാണ് കേട്ടോ. ആദിരൂപം. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് അർത്ഥമായിട്ട് വരുന്നത്? അതിവാത്സല്യം അപകടകരമാണ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. അതിവാത്സല്യം അപകടകരമാണ്. ഒറ്റ പദം കണ്ടെത്തുക. തിതീർഷ. എന്താണ്? തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ എന്ന് പറയുന്നത്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ജംഗമം സ്ഥാവരം, സ്ഥാവര ജംഗമം. മണ്ഡനം ഖണ്ഡനം. വൃഷ്ടി സമഷ്ടി. പെടാത്തത് ഏതാണ്? ഉഗ്രം അത്യുഗ്രം. കുതിരയുടെ പര്യായപദം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ. പൂജക ബഹുവചനം വൈദ്യർ. ഓപ്ഷൻ ബി. കരണിപ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ.